മദിരാശി മെയിൽ എന്നു ആളുകൾ വിളിച്ചിരുന്ന മദ്രാസ് മെയിലിൽ കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലെ കാട്ട്പാടിയിലേക്കായിരുന്നു കേരളം കടന്നുള്ള എൻ്റെ ആദ്യത്തെ ദീർഘയാത്ര. 1958-59 കാലത്ത് എൻ്റെ സ്വദേശമായ കാന്തപുരത്ത് നിന്ന് ഞാൻ പഠിച്ചിരുന്ന തലക്കടത്തൂരിലേക്കുള്ളതായിരുന്നു അതുവരെയുള്ള വലിയ യാത്ര. അക്കാലത്ത് ഇതേ മദ്രാസ് മെയിലിൽ കോഴിക്കോട് നിന്ന് തിരൂരിലേക്കു പല തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ ട്രെയിൻ ഏറെക്കുറെ പരിചിതവുമാണ്. ഈ റൂട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മദിരാശി മെയിലിനുള്ള സ്വാധീനം തലക്കടത്തൂരത്തിലെ പഠനകാലത്തും മറ്റും അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ, താന്നൂർ ഭാഗങ്ങളിൽ നിന്ന് മദ്രാസിലേക്കുള്ള കുടിയേറ്റത്തിനു ദീർഘകാലത്തെ ചരിത്രമുണ്ട്. അവിടെ നിന്ന് മദ്രാസിൽ ജോലിക്ക് പോകാത്തവർ കുറവാണ്. മദ്രാസിലെ ഹോട്ടൽ, ബേക്കറി കച്ചവടക്കാർ അധികവും ഈ ഭാഗത്തുള്ളവർ ആണ്. വിദഗ്ധ ചികിത്സയ്ക്ക് വെല്ലൂരിലേക്ക് പോകുന്ന രീതിയും ഈ ട്രെയിൻ കൊണ്ടുവന്നതാകണം. ട്രെയിൻ ഗതാഗതം ഇന്ത്യയിലേതുപോലെ മറ്റേതെങ്കിലും രാജ്യത്ത് ഗ്രാമങ്ങളെ ഇത്രയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. പുറം രാജ്യങ്ങളിലെ ട്രെയിനുകളിൽ ദീർഘമായി യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഇക്കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള അകലവും അന്തരവും ജനസംഖ്യയും തന്നെ പ്രധാന കാരണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രെയിൻ സർവീസുകളിൽപ്പെട്ട മദ്രാസ് മെയിൽ മലബാറിനും മദ്രാസിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിച്ചു. മലബാർ പഴയ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ കണക്റ്റിവിറ്റി ബ്രിട്ടീഷുകാരുടെ ഭരണപരമായ ഒരാവശ്യമെന്ന നിലയിലായിരിക്കാം തുടങ്ങിയത്. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പുതിയ ഭാഷ, ജനങ്ങൾ, ജീവിത രീതികൾ, ഭക്ഷണക്രമങ്ങൾ ഇവയിലേക്കൊക്കെയുള്ള ആദ്യത്തെ പറിച്ചുനടൽ കൂടിയാണ് എൻ്റെ ഈ യാത്രയിൽ സംഭവിക്കാൻ പോകുന്നത്. മലബാറിൽ നിന്ന് മദ്രാസിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ നീണ്ട ചരിത്രത്തിലേക്കാണ് ഞാനും ഇപ്പോൾ ട്രെയിൻ കയറിയിരിക്കുന്നത്. അതിൻ്റെ ആശങ്കയും ആകാംക്ഷയും മനസ്സു നിറയെ ഉണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രമുഖ മതപഠന കേന്ദ്രമായ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ ബിരുദ പഠനത്തിനുള്ള പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര. ബാഖിയാത്തിലെ അഡ്മിഷൻ അക്കാലത്തെ മതപഠന വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന സ്വപ്നമാണ്. പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള കേരളത്തിലെ ദർസ് പഠനത്തിനു ശേഷം ബാഖിയാത്തിൽ ചേരാനുള്ള പരിശീലനം നേടാൻ പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്ന ശീലം അക്കാലത്ത് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. വിപുലമായ ലൈബ്രറി സൗകര്യമുള്ള പള്ളികളും പ്രമുഖരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്ന ദർസുകളിലുമായിരുന്നു ഇത്തരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിരുന്നത്. ഇതു രണ്ടും ഒത്തുകൂടിയ ചാലിയം പള്ളി ദർസിലായിരുന്നു എൻ്റെ അവസാന വർഷ പഠനം. ബഹ്റുൽ ഉലൂം, ഉസ്താദുൽ അസാത്തിദ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന OK ഉസ്താദ് എന്ന ചുരുക്കപ്പേരിൽ പ്രസിദ്ധനായ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ആയിരുന്നു അവിടുത്തെ എൻ്റെ ഉസ്താദ്. അദ്ദേഹമാകട്ടെ ബാഖിയാത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 1940കളിൽ ബാഖിയാത്തിൽ പഠിച്ച OK ഉസ്താദിന് അവിടുത്തെ പഠന രീതികളെയും പ്രവേശന പരീക്ഷകളെയും കുറിച്ച് നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഖിയാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പകാലമെങ്കിലും OK ഉസ്താദിൻ്റെ അടുത്ത് പോയി ഓതിപ്പഠിക്കുക എന്നൊരു പതിവുണ്ട്. അതിനു പുറമെ ചാലിയത്തെ ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ എന്ന ലൈബ്രറിയും ഞങ്ങളുടെ പഠനത്തെ തുടച്ചു. അബുസ്സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി സ്ഥാപിച്ച ഈ ലൈബ്രറിയിൽ നിരവധി ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഉണ്ട്. അപൂർവമായ പുസ്തകങ്ങളുടെ കൈയെഴുത്ത് പ്രതികളുടെ വലിയ ശേഖരമാണ് ഈ ലൈബ്രറിയുടെ പ്രത്യേകത. ഓരോ പുസ്തകത്തിലും ശാലിയാത്തിയുടെ ദീർഘമായ പഠനക്കുറിപ്പുകളും കാണാം. കിതാബ് മുതാലഅ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ കുറിപ്പുകൾ. 1945 അഡ്മിഷൻ നേടിയ MK കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ ആയിരുന്നു എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായി ബാഖിയാത്തിലേക്ക് പോയ ആൾ. ദീർഘകാലം പൂനൂർ ഖാദിയായി പ്രവർത്തിച്ച അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ അടുത്ത സ്നേഹിതൻ കൂടിയായിരുന്നു. അക്കാലത്തെ സജീവമായ പള്ളി ദർസുകൾ നിലനിന്ന പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു പൂനൂർ. പൂനൂരിലെ സജീവമായ മതകീയ പശ്ചാത്തലവും എൻ്റെ പഠനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വേങ്ങരയിൽ നിന്നുള്ള അബ്ബാസ് മുസ്ലിയാരും തവനൂർ സ്വദേശി KS മുഹമ്മദ് മൗലവിയും കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാരും ആയിരുന്നു ട്രെയിനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്.
പ്രവേശന പരീക്ഷയ്ക്കു വേണ്ടിയാണ് യാത്രയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ അവിടെ തന്നെ തുടരാനുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയായിരുന്നു യാത്ര. പരീക്ഷയ്ക്കും ക്ലാസ് തുടങ്ങുന്നതിനുമിടയിൽ തിരിച്ച് നാട്ടിലേക്കുള്ള മറ്റൊരു യാത്രയുടെ ചെലവ് കൂടി താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രാ ചെലവുകൾക്കും മറ്റും ആവശ്യമായ അത്യാവശ്യം പണവും വസ്ത്രവും കിതാബുകളും നൽകിയാണ് ജാലിയത്തുകാർ ഞങ്ങളെ യാത്രയാക്കിയത്. അവരുടെ സ്നേഹാദരവുകളും ഉസ്താദിൻ്റെ പൊരുത്തവും വാങ്ങി ജാലിയത്തെ പള്ളിയിൽ നിന്ന് ഇരുമ്പിൻ്റെ വലിയ പെട്ടിയും താങ്ങി യാത്രയിറങ്ങിയ ആ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്രയും ഉത്തരവാദിത്വം തലയിലേറ്റി അതിനു മുമ്പ് ഒരിടത്തേക്കും പുറപ്പെട്ടിട്ടില്ല. എൻ്റെ പഠനകാര്യത്തിൽ ഉസ്താദും ആ നാട്ടുകാരും കാണിച്ച താൽപ്പര്യം അത്ര വലുതായിരുന്നു. ഇത്തരത്തിലുള്ള സ്നേഹവും കരുതലും അറിവുമായുള്ള എൻ്റെ ബന്ധത്തെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളതാക്കി. അന്ന് വലിയ തിരക്കുള്ള ട്രെയിനായിരുന്നു മദ്രാസ് മെയിൽ. വെളുപ്പിനു മദ്രാസിലെത്താൻ പാകത്തിനായിരുന്നു അക്കാലത്തെയും സമയക്രമം. വൈകുന്നേരം 5 മണിക്കാണ് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയത്. സിറ്റിംഗ് റിസർവേഷൻ ഉണ്ടായിരുന്നതിനാൽ ഒന്നിലും തള്ളിലുമൊന്നും പെടാതെ ഒരിടത്ത് ഇരിക്കാനായി. പെട്ടി സീറ്റിനടിയിലേക്ക് ഒതുക്കി വെച്ച് കാലു നീട്ടി സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് ആശ്വാസത്തോടെ ഒന്നിരുന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നുപോയി. എന്നെ മതപണ്ഡിതനാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള ശ്രമങ്ങളും പരിശീലനവും നന്നേ ചെറുപ്പത്തിൽ തുടങ്ങി വെക്കുകയും ചെയ്ത ഉപ്പയുടെ മുഖം മനസ്സിൽ നിറഞ്ഞു നിന്നു. ഈ യാത്രയിൽ ഏറ്റവും സന്തോഷിക്കുമായിരുന്ന ഉപ്പ പക്ഷേ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ചെറിയ പെരുന്നാളിനു ശേഷം വെല്ലൂരിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജാലിയത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഉപ്പയുടെ ഖബറിനടുത്ത് പോയിരുന്നു. ഖുർആൻ ഓതി ദീർഘമായി പ്രാർത്ഥിച്ച ശേഷമാണ് ഈ യാത്ര തുടങ്ങിയതു തന്നെ. ഉപ്പയുടെ തലഭാഗത്തിരുന്നു വിശേഷങ്ങളൊക്കെ നേരിട്ടെന്ന പോലെ പറഞ്ഞു. വീടിനടുത്തുള്ള സലാമത്ത് നഗറിലെ ചെറിയ പള്ളിയിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് എനിക്കൊരു യാത്രയപ്പ് സംഘടിപ്പിച്ചിരുന്നു. എൻ്റെ ജീവിത വഴികാട്ടികളിൽ ഒരാളായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. എൻ്റെ ഉപ്പയുടെ കൂടി നേതൃത്വത്തിലുണ്ടാക്കിയ പള്ളിയായതിനാൽ അന്നവിടെ സംസാരിച്ചവർക്കെല്ലാം ഉപ്പയെക്കുറിച്ചും ഇത് കണ്ടിരുന്നെങ്കിൽ ഉപ്പാക്കുണ്ടാകുമായിരുന്ന സന്തോഷത്തെക്കുറിച്ചുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. വല്ലാത്തൊരു വികാരമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇത് സാധാരണ യാത്രയല്ലെന്നൊരു തോന്നൽ. ട്രെയിൻ പുറപ്പെട്ടപ്പോൾ തന്നെ പുതിയൊരു ലോകത്തേക്ക് എത്തിപ്പെട്ട പ്രതീതിയായിരുന്നു. വിശാലമായി പരന്നുകിടക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി ഇരുട്ട് പരന്നതോടെ ട്രെയിനിൻ്റെ ഒച്ച മാത്രം ബാക്കിയായി. ഒരു വലിയ ശബ്ദത്തിൽ കയറി നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ. ആ ഒച്ച മലബാറിൽ തീവണ്ടി സർവീസ് ആരംഭിച്ച കാലത്ത് വെളിയങ്കോട് ഉമറുൽ ഖാദി റഹിമഹുള്ള എഴുതിയ തീവണ്ടി ബെയ്ത്തിനെ ഓർമ്മിപ്പിച്ചു. പുലർച്ചെയാണ് ട്രെയിൻ കാട്ട്പാടിയിലെത്തിയത്. റിസർവേഷനുള്ളത് കൊണ്ട് തിരക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും കൽക്കരി വണ്ടിയിൽ നിന്ന് പുറത്തു വന്ന പുകയും കരിയും വസ്ത്രത്തിൽ മുഴുവനും പറ്റിയിട്ടുണ്ട്. വെള്ളത്തുണി ആ മുഷിപ്പി എടുത്തു കാണിക്കുകയും ചെയ്തു. നേരെ ബാക്കിയാത്തിലേക്ക് പോകാമെന്നായിരുന്നു ആലോചിച്ചത്. ഞങ്ങൾ 4 പേരും ആദ്യമായാണ് ഇങ്ങനെയൊരു അന്യദേശത്ത് എത്തിപ്പെടുന്നത്. തമിഴ് ആർക്കും വശമില്ല. അതിൻ്റെയൊക്കെ ഒരനിശ്ചിതത്വം ഞങ്ങളുടെ നടപ്പിലുണ്ട്. കാട്ട്പാടിയിൽ നിന്ന് വെല്ലൂരിലേക്ക് ഇനിയും 6 മൈൽ ദൂരമുണ്ട്. സ്റ്റേഷന് പുറത്ത് നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന കുതിരവണ്ടിയിൽ കയറിയാൽ മതി എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അഡ്മിഷൻ സമയമായതിനാൽ സ്റ്റേഷനിൽ ബാക്കിയാത്തിലേക്കുള്ള വേറെയും ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയവർ. നേരിട്ട് പരിചയമില്ലെങ്കിലും വേഷവും വെല്ലൂർ ഭാഗത്തേക്കുള്ള വണ്ടി കാത്തുനിന്നുള്ള നിൽപ്പും കണ്ട് ഞങ്ങളും ആ കൂട്ടത്തിൽ വരിനിന്നു. കാട്ട്പാടിയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദൂരെ നിന്നെത്തുന്നവർ ഒന്നുകിൽ വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ബാക്കിയാത്തിലേക്ക്, അതായിരുന്നു ശീലം. ആ ശീലത്തിനനുസരിച്ചാണ് സ്റ്റേഷനിലെയും പരിസരത്തെയും പൊതുസൗകര്യങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത് തന്നെ. ആലോചിച്ചാൽ ഏതൊരു നഗരത്തിൻ്റെയും സ്ഥിതി അതാണ്. എല്ലാ നഗരങ്ങൾക്കും ഓരോ ശീലങ്ങൾ ഉണ്ടാകും. ആ ശീലത്തിലൂടെ നഗരം നമ്മളെ കൊണ്ടു നടത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നഗരജീവിതത്തിന് പൊതുവെ ജിജ്ഞാസ കുറവായിരിക്കും. ബാക്കിയാത്തിലേക്ക് ഞങ്ങൾ കയറിയ വണ്ടിയിലെ കുതിരയെപ്പോലും ആ യാന്ത്രികത പിടികൂടിയതുപോലെയുണ്ട്.
വഴി തിരിയേണ്ടി വരുമ്പോൾ പോലും വണ്ടിക്കാരൻ്റെ നിർദ്ദേശത്തിനൊന്നും കാത്തു നിൽക്കാതെ അതിങ്ങനെ മണികുലുക്കി ഓടുകയാണ്. വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല. മനസ്സ് നിറയെ പരീക്ഷയെക്കുറിച്ചുള്ള വേവലാതികളാണ്. കടുത്ത വേനൽ കാലത്ത് കരിവണ്ടിയിലെ നീണ്ട യാത്രയുടെ ക്ഷീണം വേറെയും. അതിനാൽ തന്നെ പുതിയ ഒരു നഗരത്തിലെത്തിയതിൻ്റെ ആവേശമൊന്നും ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. അള്ളാഹു വിധിച്ചാൽ എല്ലാം വഴിയെ കാണുകയും അറിയുകയും ചെയ്യാമല്ലോ. ആ വിധിയുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ മനസ്സു നിറയെ. ഒന്നായിത്തീർന്ന 2 വ്യത്യസ്ത നഗരങ്ങളാണ് കാട്ട്പാടിയും വെല്ലൂരും. സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങി അരമണിക്കൂറിലധികം കഴിഞ്ഞിട്ടും കോളേജിലെത്തിയിട്ടില്ല. നഗരത്തിൻ്റെ ഈ വലിപ്പം മനസ്സിൽ തറച്ചു നിന്നു. ഇത്രയും നീളമുള്ള ഒരു നഗരം ആദ്യമായാണ് കൺമുന്നിൽ കാണുന്നത്. അതിനിടയിൽ വലിയൊരു പാലത്തിൻ്റെ മുകളിലൂടെ കുതിരവണ്ടി കടന്നുപോയി. കടലുണ്ടിപ്പുഴയായിരുന്നു ഞാൻ കണ്ട വലിയ പുഴ. അതിനേക്കാൾ വലിപ്പമുണ്ട് വെല്ലൂരിലെ പുഴക്കെന്ന് പാലം കണ്ടാൽ മനസ്സിലാകും. പക്ഷേ ഒരിറ്റു വെള്ളമില്ല. പൂനൂർ പുഴയുടെ തീരത്തു ജനിച്ചു വളർന്ന എനിക്ക് ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. ആ കാഴ്ച മനസ്സിൽ ഏറെക്കാലം തങ്ങി നിന്നിരുന്നു. ഞങ്ങൾ ബാക്കിയാത്തിനു മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ സുബഹി ബാങ്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുതിരവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പെട്ടിയും മറ്റും ഒരു ഭാഗത്തേക്ക് ഇറക്കി അടുക്കി വെച്ചു. യാത്രാക്കൂലി 4 പേരും പങ്കിട്ടെടുത്തു നൽകി. കുതിരവണ്ടിയുടെ വലിയൊരു നിര തന്നെയുണ്ട് അവിടെയപ്പോൾ. വിജയത്തിലേക്ക് വരൂ എന്ന വാക്കിലെ വിളി ഞങ്ങളെ ബാക്കിയാത്തിലേക്ക് സ്വാഗതം ചെയ്തു. വെല്ലൂർ നഗരം ഉണർന്നു തുടങ്ങുന്നുള്ളൂവെങ്കിലും ഇവിടെ അതല്ല സ്ഥിതി. നഗരം ഉണർന്നു തുടങ്ങുന്നത് ബാക്കിയാത്തിൽ നിന്നാണെന്ന് തോന്നിപ്പോകാറുമാറ് സജീവമാണവിടം. ആളുകൾ കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് നടക്കുന്ന കാഴ്ച ദൂരെ നിന്നേ കാണാം. കോളേജിൻ്റെ പഴക്കവും പ്രൗഢിയും ഒരുപോലെ അറിയിക്കുന്ന വലിയ കമാനത്തിനു മുന്നിലാണ് ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് ബാക്കിയാത്തിനെ കൺകുളിർക്കെ ഒന്ന് നോക്കി. ലക്ഷ്യത്തിനടുത്തെത്തി നിൽക്കുന്ന ഓട്ടക്കാരൻ്റെ മാനസികാവസ്ഥയിലാണിപ്പോൾ. മലർക്കെ തുറന്നു കിടക്കുന്ന ബാക്കിയാത്തിൻ്റെ വാതിൽ പാളിക്കു മുകളിൽ ഖുർആൻ 18-ാം അധ്യായത്തിലെ 46-ാം സൂക്തം അതിമനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട്. എന്നെന്നും നിലനിൽക്കുന്ന സൽവൃത്തികൾക്കാണ് പ്രതീക്ഷയിലും പ്രതിഫലത്തിലും അല്ലാഹുവിങ്കിൽ മുൻതൂക്കം എന്നർത്ഥം വരുന്ന ഈ വിശുദ്ധ വാക്യത്തിൽ നിന്നാണ് ബാക്കിയാത്തിൻ്റെ പേരു തന്നെ ഉരുത്തിരിച്ചെടുത്തത്. ബാക്കിയാത്ത് എന്നതിന് സുസ്ഥിരം എന്നാണ് അർത്ഥം. ഭൗതിക ലോകത്തെ നശ്വരമായ അലങ്കാരങ്ങൾ എന്നതിന് വിപരീതമായാണ് ഖുർആൻ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അറിവിനോടുള്ള ഈ സ്ഥാപനത്തിൻ്റെ സമീപനം ആ പേരിൽ നിന്നു തന്നെ മനസ്സിലാക്കാം. ആ നിറമുറ്റത്തേക്ക് സുബഹി വാങ്കിന് സാക്ഷിയും കരുതലുമാക്കി ഞങ്ങളും കാലെടുത്തു വെച്ചു. ഓഴിമണൽ വിരിച്ച ആ മുറ്റത്തൂടെ ഭാണ്ഡക്കെട്ടുകളുമെടുത്ത് നടക്കുക എളുപ്പമല്ല. വിശാലമായ വിശ്രമമുറിയിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ തിരക്കാണ്. മത പാഠശാലകളോട് ചേർന്നുള്ള വിശാലമായ ഇത്തരം വിശ്രമമുറികൾ മുസ്ലിം ലോകത്തെല്ലായിടത്തും കാണാം. ചിലയിടങ്ങളിൽ മുസാഫർഖാനകൾ എന്ന പേരിൽ പള്ളികളോട് ചേർന്നു ഇവ കാണാം. വഴിയാത്രക്കാരായും അതിഥികളായും എത്തുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഴയകാലത്ത് ഇസ്ലാമിക വൈജ്ഞാനിക കച്ചവട കേന്ദ്രങ്ങൾ ആയിരുന്ന ഡമസ്കസ്, ബഗ്ദാദ് മേഖലകളിൽ ഈ വിശ്രമശാലകളുടെ ബാക്കിപത്രം ഇപ്പോഴുമുണ്ട്. തുർക്കിയിലെ മത പാഠശാലകൾ സന്ദർശിച്ചപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അറിവിനും കച്ചവടത്തിനും വേണ്ടി യാത്ര ചെയ്യുന്നവർക്കുള്ള സമുദായത്തിൻ്റെ കരുതലാണ് ഇവ. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ പണം ഈടാക്കാറുണ്ടെങ്കിലും ആദ്യത്തെ 3 ദിവസം പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയാണ് ഇസ്ലാമിക ലോകത്ത് വ്യാപകമായി ഉള്ളത്. നേരത്തെ പരാമർശിച്ച ചാലിയത്തെ ദാറുൽ ഇഫ്താ ഉൽ അസ്ഹരിയ ലൈബ്രറിയിലും കിതാബ് റഫർ ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ താമസവും ഭക്ഷണവും സൗജന്യമാണ്. ഇതിനുവേണ്ടി തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ അഹമ്മദ് കോയ ഷാലിയാത്തി വഖഫായി മാറ്റിവെച്ചിട്ടുണ്ട്. പള്ളിയുടെ വലതുവശം ചേർന്ന് മനോഹരമായ കാഴികക്കുടങ്ങളോടെ വെളിച്ചം തൂവി നിൽക്കുന്ന ഒരു മഖ്ബറയുണ്ട്. ബാനി ഹസ്രത്ത് ബാക്കിയാത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ വഹബ് ഹസ്രത്ത്, മകൻ നിയാഉദ്ദീൻ ഹസ്രത്ത് എന്നിവരുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണത്.
സുബഹി നിസ്കാര ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അവരെ സന്ദർശിച്ച ശേഷം ക്ലാസ്സിലേക്ക് പോവുക എന്നതാണ് ബാക്കിയാത്തിലെ നടപ്പുരീതി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മതപഠനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയ പണ്ഡിതനാണ് ബാനി ഹസ്രത്ത്. 1857 ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ പൂർണ്ണമായതോടെ മുസ്ലിങ്ങൾ നേരിട്ട വലിയ വെല്ലുവിളി അവരുടെ അറിവും സംസ്കാരവും എങ്ങനെ സംരക്ഷിക്കും എന്ന കാര്യത്തിലായിരുന്നു. അതുവരെയും മുഗൾ നാട്ടുരാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഈ ആപൽഘട്ടത്തെ മറികടക്കാൻ അക്കാലത്തെ പ്രമുഖ പണ്ഡിതന്മാർ ഒറ്റക്കും കൂട്ടായും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ മതപഠശാലകൾ ആരംഭിച്ചു. ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണം ഉയർത്തിയ ഈ വെല്ലുവിളി മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് പറയാം. അതുവരെയും കേന്ദ്രീകൃത സ്വഭാവത്തോടെ പ്രവർത്തിച്ചു വന്ന സ്ഥാപനങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുകയും രാജ്യത്താകമാനം സാന്നിധ്യം ഉറപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഉയർന്ന തലത്തിലുള്ള മതപഠനം ആളുകൾക്ക് കുറേ കൂടി പ്രാപ്യമായി തുടങ്ങി. ഉത്തരേന്ത്യയിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് റഹ്മത്തുള്ളാഹിൽ ഖൈറാനവിയുടെ ശിഷ്യനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് 1850 അവസാനം വെല്ലൂരിൽ മതപഠന കേന്ദ്രം ആരംഭിച്ച പശ്ചാത്തലം ഇതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുകൊണ്ടയാളായിരുന്നു ഷെയ്ഖ് ഖൈറാനവി. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വലിയ തോതിൽ വേട്ടയാടി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നീട് മക്കയിലേക്ക് കടക്കുകയായിരുന്നു. പ്രമുഖ പണ്ഡിതനായ പരപ്പനങ്ങാട് ഔക്കോയ മുസ്ലിയാരിലൂടെ മലയാളികൾക്ക് അടുപ്പമുള്ള പണ്ഡിതൻ കൂടിയാണ് ഷെയ്ഖ് ഖൈറാനവി. ഷെയ്ഖ് ഖൈറാനവി മക്കയിൽ സ്ഥാപിച്ച മദ്രസത്തു സൗലത്തിയയുടെ മാതൃകയിൽ അബ്ദുൽ വഹാബ് ഹസ്രത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് തുടങ്ങിയ മത പഠന കേന്ദ്രം വിദ്യാർത്ഥികളുടെ ബാഹുല്യം കാരണം ആദ്യം വെല്ലൂർ ബഡി മസ്ജിദിലേക്കും അവിടെയും സ്ഥലം തികയാതെ വന്നപ്പോൾ സൈദാർപേട്ടയിലെ ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്കും മാറ്റുകയായിരുന്നു. 1884 ഇത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിലെ മതപഠന സമ്പ്രദായത്തെ വലിയ തോതിൽ ചിട്ടപ്പെടുത്തിയത് ബാക്കിയാത്താണ്. പൊന്നാനി ദർസായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പ്രബല മാതൃക. മലപ്പുറം ജില്ലയിലെ പൊന്നാനി കേന്ദ്രീകരിച്ച് മഖ്ദൂമി പണ്ഡിതന്മാർ 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മതപഠന രീതി പിന്തുടർന്ന് നാട്ടിൻപുറങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് പഠിക്കുകയും പിന്നീട് പൊന്നാനിയിൽ പോയി വിളക്കത്തിരിക്കുകയും ചെയ്യുന്നതോടെയാണ് അക്കാലത്തെ ഒരാൾ പണ്ഡിതനായി പരിഗണിക്കപ്പെട്ടിരുന്നത്. കേരളത്തിലെ മുസ്ലിം വൈജ്ഞാനിക മേഖലകളെ പുനരുജ്ജീവിപ്പിച്ച മഖ്ദൂമി പണ്ഡിതന്മാരുടെ അറിവിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും പ്രതീകമാണ് പൊന്നാനി വലിയ പള്ളിയിലെ വിളക്ക് കരുതിപ്പോരുന്നത്. അജ്ഞാന പാരമ്പര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ കണ്ണിച്ചേർക്കുന്ന ചടങ്ങാണ് വിളക്കത്തിരിക്കൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇജാസ എന്ന് വിളിക്കുന്ന സമാനമായ പലതരം കണ്ണിച്ചേർക്കൽ ചടങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതിലൊക്കെ പങ്കാളിയാവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉസ്താദ് തലപ്പാവ് ധരിപ്പിക്കുന്ന ചടങ്ങാണ് ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത്. പിന്നീട് ഉന്നത പഠനത്തിനായി കോഴിക്കോട് മർക്കസ് ആരംഭിച്ചപ്പോൾ മതവിദ്യാർത്ഥികളുടെ ബിരുദദാനത്തിനു ഞങ്ങൾ സ്വീകരിച്ചത് ഈ തലപ്പാവ് ധരിപ്പിക്കൽ ആണ്. ഗുരുവിൽ നിന്ന് തലപ്പാവ് ലഭിക്കുന്നതോടെ വിദ്യാർത്ഥി യോഗ്യതയുള്ള മതപണ്ഡിതനായി അംഗീകരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് നിലവിലുള്ള മുസ്ലിം പാഠശാലകളിൽ പാരമ്പര്യമായി തുടർന്നു പോരുന്ന ഈ ചടങ്ങ് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ബിരുദദാനത്തിന് സമാനമായ ഒരു രീതിയായാണ് പലയിടത്തും പരിഗണിച്ചു പോരുന്നത്. ബിരുദദാനം എന്ന ചടങ്ങു തന്നെ ഇജാസത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പൊന്നാനി ദർസ് പാരമ്പര്യത്തെ കൂടുതൽ വ്യവസ്ഥാപിതമാക്കി എന്ന വ്യത്യാസമേ ബാക്കിയാത്തിൽ ഉള്ളൂ. പൊന്നാനി പാരമ്പര്യം തന്നെ രൂപപ്പെട്ടതും വികസിച്ചതും മഖ്ദൂമുമാരുടെ കുടുംബവേരുകൾ ചെന്നെത്തുന്ന തമിഴ്നാടിൻ്റെ തെക്കുകിഴക്കൻ തീരദേശത്തിൻ്റെ ഭാഗമായ മഅബറിൽ നിന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് ബാക്കിയാത്ത് പൊന്നാനി പാരമ്പര്യത്തിൻ്റെ ഇടർച്ചയല്ല, തുടർച്ച തന്നെയാണ്. വിട്ടുകടക്കൽ എന്നർത്ഥം വരുന്ന ഉബൂർ എന്ന അറബി വാക്കിൽ നിന്നാണ് മഅബർ ഉണ്ടായതെന്നും പറയുന്നു. യമനും തമിഴ്നാടും വിട്ടുകടന്ന് മലബാർ തീരത്തേക്ക് വന്നവർ
എന്നർത്ഥത്തിലാണ് മഖ്ദൂമുമാർ മഅബരി എന്ന പേരിൽ കൂടി അറിയപ്പെട്ടതെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായമുണ്ട്. ജലാലുദ്ദീൻ അഹ്സാൻ ഖാൻ്റെ നേതൃത്വത്തിൽ 14-ാം നൂറ്റാണ്ടിൽ മധുരൈ കേന്ദ്രമായി നിലനിന്നിരുന്ന മുസ്ലിം ഭരണത്തോട് ചേർത്തിയും മഅബറിനെ പറയാറുണ്ട്. അങ്ങനെ ഒരേ സമയം പല ദിക്കുകളിലേക്ക് തുറന്നുവെച്ച വാതിലാണ് മഅബർ. ഒട്ടനേകം ഭൂപ്രദേശങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും ജനങ്ങളെ വിട്ടുകടത്തിയ ഇടം, അതിലേറെ സംസ്കാരങ്ങളെ വിരുന്നൂട്ടിയ ഇടം, മുസ്ലിം ഭരണം നിലനിന്നിരുന്ന ഉത്തരേന്ത്യയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ദീർഘകാലമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങളിൽ പഠനവും പരിശീലനവും നേടിയ അധ്യാപകരുടെ സേവനം ബാക്കിയാത്തിലെ പഠനരീതിയെ ഒരാധുനിക കോളേജിൻ്റെ ഘടനയോടും രീതികളോടും കൂടുതൽ അടുപ്പിച്ചു എന്നു പറയാം. ലിയാഉദ്ദീൻ ഹസ്രത്തിൻ്റെ കാലത്തു തന്നെ ബാക്കിയാത്തിനെ മദ്രാസ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്യുകയും ബാക്കിയാത്തിലെ ബിരുദം മദ്രാസ് സർവകലാശാലയിലെ ബിരുദത്തിന് തുല്യമാക്കുകയും ചെയ്തിരുന്നു. മഖ്ബറ സിയാറത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും നേരം നല്ലപോലെ വെളുത്തിരുന്നു. ഇളം വെയിലിൽ ബാക്കിയാത്തിൻ്റെ മനോഹരമായ കെട്ടിടം എങ്കി നിൽക്കുന്നത് കണ്ടപ്പോൾ യാത്രാക്ഷീണമെല്ലാം മറന്നു. അവിടെ പഠിച്ചിറങ്ങിയ ഗുരുവര്യന്മാരുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞൊഴുകി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി ബാക്കിയാത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബാക്കവി ബിരുദധാരികളായിരുന്നു കേരളത്തിലെ തലയെടുപ്പുള്ള വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ഓട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി അവരുടെ നിര നീണ്ടതാണ്. കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണായി ഞാൻ കരുതിപ്പോരുന്ന ഓക്കെ ഉസ്താദും മടവൂർ CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന CM വലിയുള്ളാഹിയും. അവരൊക്കെ തൊട്ടുരുമിപ്പോയ വഴികളും ചുമരുകളും കിടന്ന നിലങ്ങളുമൊക്കെയാണല്ലോ ഇതൊക്കെ എന്നോർത്തപ്പോൾ കോൾമയിർക്കൊണ്ടു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച സ്ഥാപനമെന്ന നിലയിൽ കേരളവുമായുള്ള ബാക്കിയാത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചില ശ്രമങ്ങൾ പഠനകാലത്ത് നടത്തിയിരുന്നു. ബാനി ഹസ്രത്തിൻ്റെ വീട്ടിലെ പാഠശാലയിൽ തന്നെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി ചിലർ പറയുകയുണ്ടായി. ബാക്കിയാത്തിലെ പഴയകാല രേഖകളുമായി ഒത്തുനോക്കുമ്പോൾ ഇത് ശരിയാവാനുള്ള സാധ്യതയേറെയാണ്. സൈദാർപേട്ടിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ ശേഷമുള്ള കാലത്തു തന്നെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി രേഖകൾ ഉണ്ട്. നിലവിൽ ലഭ്യമായ അഡ്മിഷൻ രേഖകൾ പ്രകാരം 1896 പുറത്തിറങ്ങിയ കോഴിക്കോട്ടുകാരനായ സയ്യിദ് ഇബ്രാഹിം തങ്ങളും തളിപ്പറമ്പിൽ നിന്നുള്ള മുഹീദ്ദീൻ കുട്ടിയുമാണ് ബാക്കിയാത്തിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ മലയാളി വിദ്യാർത്ഥികൾ. 1877 തന്നെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബാക്കിയാത്തിൽ പഠനത്തിന് ചേർന്നെങ്കിലും ആദിരാം പട്ടണത്തിലും വെല്ലൂരിലെ തന്നെ ലത്തീഫിയയിലുമായാണ് അദ്ദേഹം പഠനം നടത്തിയത്. അദ്ദേഹം ഗോളശാസ്ത്ര പഠന രംഗത്ത് വലിയ നൈപുണ്യം കരസ്ഥമാക്കിയത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ഇതാണ് പിന്നീട് കഅബയുടെ ദിശയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന റിസാലത്തുൽ മാറദീനിയുടെ വ്യാഖ്യാനം എഴുതുന്നതിലേക്കും കേരള മുസ്ലിങ്ങൾക്കിടയിലെ വലിയ സംവാദങ്ങളിൽ ഒന്നായ ഖിബ്ല തർക്കത്തിലേക്കും വഴിയൊരുക്കിയത്. നാട്ടിലെ വിവിധ ദർസുകളിലായി 10 വർഷത്തെ പഠനത്തിനു ശേഷമാണ് ഞാൻ ബാക്കിയാത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷം നീണ്ടു നിൽക്കുന്ന മുത്തവൽ ക്ലാസ്സിൽ ചേരാനുള്ള പ്രവേശന പരീക്ഷയ്ക്കാണ് പേര് നൽകിയത്. തഫ്സീർ, ഹദീസ്, ഉസൂലുൽ ഫിഖ്, തസവുഫ്, ഗണിതം, ഗോളശാസ്ത്രം, തർക്കശാസ്ത്രം എന്നിവയിലും അറബി ഭാഷയിലെ വിവിധ ശാഖകളിലെ പ്രാവീണ്യവുമാണ് മുത്തവ്വലിനുള്ള അടിസ്ഥാന യോഗ്യത. ബൈലാവി, മുല്ല ഹസൻ എന്നീ കിതാബുകളിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കലാണ് പ്രവേശന പരീക്ഷയുടെ രീതി. പ്രമുഖരായ പണ്ഡിതന്മാർ തന്നെ കേൾക്കാൻ ഉണ്ടാകും. വായനയിൽ നിന്ന് തന്നെ പരീക്ഷാർത്ഥിയുടെ കഴിവ് അവർക്ക് ബോധ്യപ്പെടും. അറബി ഭാഷ എഴുതുന്ന പ്രത്യേക രീതി കാരണം ഭാഷയിൽ നല്ല പോലെ കഴിവുള്ളവർക്ക് തെറ്റുകൂടാതെ വായന പൂർത്തിയാക്കാൻ കഴിയും. വായിക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും സാങ്കേതിക പദങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിശദീകരണവും ചോദിക്കും. പൂർണ്ണമായും വാചിക പരീക്ഷ. കുട്ടികളുടെ എണ്ണം എത്ര കൂടിയാലും ഓരോ വിദ്യാർത്ഥിയെയും ഉസ്താദുമാർ നേരിട്ട് കേൾക്കും. ഭാഷയിലൂടെ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമ്പ്രദായം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പണ്ടുമുതലേ പ്രചാരമുള്ളതാണ്.
കേരളത്തിൽ നിന്ന് 44 പേരാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ബാക്കിയാത്തിലെ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം ആനുപാതികമായി കൂടുതലായതുകൊണ്ട് അവർക്ക് പരീക്ഷ കൂടുതൽ കടുപ്പമുള്ളതാക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നേരിട്ടായിരുന്നു പരീക്ഷകൾക്ക് മേൽനോട്ടം വഹിച്ചത്. 44 പേരെയും ഒരുമിച്ചിരുത്തി പരസ്യമായാണ് വായിപ്പിച്ചത്. ഞങ്ങളുടെ പരീക്ഷ പൂർത്തിയാകാൻ 8 ദിവസമെടുത്തു. 4 പേർക്ക് മാത്രമായിരുന്നു സെലക്ഷൻ. പ്രവേശന പരീക്ഷയിൽ ജയിച്ച് മുത്തവ്വലിൽ ചേരാൻ യോഗ്യത ലഭിച്ചുവെങ്കിലും താഴത്തെ ക്ലാസ്സായ മുഖ്തസറിൽ ചേരാനായിരുന്നു എൻ്റെ തീരുമാനം. ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൻ്റെ ബുഖാരി ക്ലാസ്സിലും മധുരൈ ഉത്തമപാളയം അബൂബക്കർ ഹസ്രത്തിൻ്റെ ബൈലാവി ക്ലാസ്സിലും പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഹദീസ് വിജ്ഞാന ശാസ്ത്രത്തിൽ അസാമാന്യമായ പാഠമുണ്ടായിരുന്ന പണ്ഡിത പ്രതിഭയായിരുന്നു ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്. അക്കാലത്തെ പ്രമുഖ ഹദീസ് പണ്ഡിതന്മാരുടെ എല്ലാം ശിഷ്യനാകാൻ ഭാഗ്യം ലഭിച്ചയാൾ കൂടിയാണ്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി സ്വദേശിയായ അദ്ദേഹം ഞങ്ങൾ ചേർന്ന സമയത്ത് ബാക്കിയാത്തിലെ ഷെയ്ഖുൽ ഹദീസ് പഠന വിഭാഗം മേധാവി ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി ഓതി പഠിക്കുക എന്ന ആഗ്രഹമായിരുന്നു 1 വർഷം കൂടി അധികം ബാക്കിയാത്തിൽ ചെലവഴിക്കാനുള്ള പ്രധാന പ്രേരണ. ഉസ്താദിന് ഹസൻ ഹസ്രത്തിനോടുള്ള അടുപ്പമായിരുന്നു മറ്റൊരു കാരണം. ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന ഉത്തമപാളയം അബൂബക്കർ ഹസ്രത്ത് ഏതൊരു വിഷയത്തിൻ്റെയും മർമ്മത്തിലേക്കും ശാഖകളിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവുള്ള ഫാരിസി ഭാഷയിൽ അഗ്രഗണ്യനായ മുദരിസ് ആയിരുന്നു. ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന തീരുമാനത്തിൽ ഞാൻ മുഖ്തസർ ക്ലാസ്സിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു അത്.